അങ്ങനെ കുറേ നാളായി ഞാനും നീതും കൂടി പ്ലാൻ ചെയ്യണു കേട്ടോ, വേട്ടക്കാര അമ്പലത്തേക്ക് പോകണം 2 മാസത്തോളത്തെ പ്ലാനിങ് അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു രമ്യേച്ചി. അപ്പോൾ രമ്യേച്ചി ചാലക്കുടിയിൽ നിന്ന് വന്നേക്കായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട് ചാലക്കുടിയാണ് കേട്ടോ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ചേച്ചി ഇങ്ങോട്ട് എത്തി. നീതും രമ്യേച്ചിയും വീട് തൊട്ടടുത്തായിരുന്നു കേട്ടോ. നീതു റെൻറ്റിനായിരുന്നു. പിന്നെ ഹൗസ് ഓണർ അവരുടെ പറഞ്ഞു അവർക്ക് ഇവിടെ തിരിച്ച് താമസിക്കണം, അവരോടൊന്ന് ഒഴുകി അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ അവർ പിന്നെ വീട് കുറച്ച് നീങ്ങിയിട്ടായാലും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അതാണ് സന്തോഷം. എങ്ങനെ വിളിച്ചാലും ഞങ്ങൾക്ക് ഒരുമിച്ച് വരാനും നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോയോണ്ട് നമ്മുടെ തൊട്ടടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രമ്യേച്ചിയുടെ മോൻ ആര്യൻ, പിന്നെ പാച്ചു, നീരവ്, അങ്ങനെ 3 ആളും കൂടെ അങ്ങനെ നടന്നു. ആര്യൻ പിന്നെ കുറച്ച് വലുതായതുകൊണ്ട് അവൻ്റേതായ ഒരു മെച്യൂരിറ്റി അവനുണ്ടായിരുന്നു. അവ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു കേട്ടോ. എങ്കിലും ഇവർ 2 ആളും കൂടെ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ താമരയാണോ എന്നാണ് കേട്ടോ നോക്കണത്. അപ്പം നീതുമാണ് വീഡിയോ ഒക്കെ എടുത്ത് തരണത്. താമരയൊന്നല്ല, വേറെ എന്തോ ചെടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസമായി നോട്ടിട്ട് വെച്ചേക്കണു. വിഷുവിന് വന്നപ്പോൾ നോട്ടിട്ടതാട്ടോ അവിടുത്തെ ഞാവൽപ്പഴം. അപ്പോൾ എന്തായാലും അത് പറക്കണ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് കാര്യമായിട്ട് തന്നെ എടുത്തിട്ട് കഴിക്കാൻ നോക്കി. നീതൊക്കെ വെറുതെ എടുത്ത് നോക്കിയുള്ളൂ കേട്ടോ, നല്ലതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇട്ടു. ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട്. എനിക്ക് കുറേ ദിവസത്തെ ആഗ്രഹമാണ് ഒരു ഞാവൽപ്പഴം ടേസ്റ്റ് ചെയ്യണം. പാച്ചേനെ പുറകെ നടന്ന് പറയുന്നുണ്ട് കേട്ടോ അത് എടുക്കണ്ടെന്ന്. നീതും പറയുന്നുണ്ട് ആക്ഷൻ കാണിക്കും. മണ്ണുണ്ട് കഴിക്കണ്ട ആക്ഷൻ മതി. അച്ഛനുണ്ട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നീ തീരെ തൊടണ്ട. കാരണം അവൻ്റെ വെള്ള ഷർട്ടാണ്. എനിക്കൊക്കെ നീരവനൊരു വെള്ള ഷർട്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാവൽപ്പഴമായിട്ട് പെട്ടെന്ന് തന്നെ കറയെ ഒരു വട്ടമുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ കറ പോകാനൊക്കെ എളുപ്പമല്ല. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ കയ്യിൽ കറയതൊക്കെ അവിടെ തുടച്ചിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയോ. സന്തോഷം ഞങ്ങളുടെ 3 ആളുടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുക. എല്ലാവരും സമ്മതിക്കില്ല, യൂട്യൂബിലൊക്കെ ഇടാനാന്ന് പറയുമ്പോൾ ചിലവരൊക്കെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ നീതുമൊക്കെ തന്നപ്പോഴേക്ക് നല്ല സന്തോഷമായി. കൂടുതൽ ഞാൻ നീതുവിൻ്റെ കാര്യങ്ങളാണല്ലോ യൂട്യൂബിൽ പറയാറ്. അവളിങ്ങനെ മുന്നിൽ വന്ന് തന്നപ്പോഴേക്ക് നല്ല സന്തോഷമായിട്ടാണ്. പിന്നെ നീരവൈൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ എടുക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രയോ കൊല്ലം കൂടിയിട്ടായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റണത്. രമ്യേച്ചി അതിലിപ്പോൾ അടുത്തൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതായി തിങ്കളാഴ്ച പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാ വരികയെന്ന് അറിയില്ല. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരണോണ്ട് കുഴപ്പമില്ല. അങ്ങനെ നീതുവിനും ഇടയ്ക്ക് കിട്ടാറില്ല, കാരണം അവർ 2 ആളും കൂടെ കറങ്ങാനൊക്കെ പോകണോണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മഞ്ചാടിക്കുടി പറക്കാട്ടോ. എന്തൊക്കെയോ ഒരു നെസ്റ്റും നല്ല സന്തോഷവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ കയറി കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ നിന്നു. അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നല്ല ഹാപ്പി ഉള്ള ദിവസം.